ഹായ് ഹലോ വെൽക്കം ടു വൺസ്. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ലെറ്റിൻ്റെ സിലബസ് ഡിസ്കഷൻ ആണ്. അതിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽ സിലബസ് ആണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റിൽ അറൗണ്ട് 120 മാർക്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് മാത്രമായിട്ട് തന്നെ അറൗണ്ട് ഒരു 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആൻഡ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. കാരണം ബാക്കി ഇപ്പോൾ ബേസിക് മെക്കാനിക്കൽ, ബേസിക് സിവിൽ, ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് അത്രയും കാര്യത്തിൽ നിന്ന് ഒരു 15 മാർക്ക് വരുന്നത് ഇവിടെ മെക്കാനിക്സിൽ നിന്ന് മാത്രമായിട്ടാണ് 15 മാർക്ക് വരുന്നത്. അതും കുറേ ടോപ്പിക്സ് നമുക്കുണ്ട്. അറൗണ്ട് ഒരു 5ഓളം മോഡ്യൂൾസ് ഉണ്ട്. അതിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. പക്ഷെ പഠിക്കേണ്ടതായ രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല 15 മാർക്കിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ അവരുടെ സിലബസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ മോഡ്യൂൾ 1 വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ. അതിൽ എന്താ റെസ്റ്റിലുള്ള ബോഡീനെ കുറിച്ചുള്ള സ്റ്റഡികൾ വരുന്നുണ്ട്, സ്റ്റാറ്റിക്സ്. അതേപോലെ തന്നെ അതിൽ വരുന്നതാണ് എന്ത് ബേസിക് പ്രിൻസിപ്പിൾ അല്ലെ, പാരലോഗ്രാം ലോ ആവട്ടെ, ഇക്വിലിബ്രിയം ലോ ആവട്ടെ, സൂപ്പർ പൊസിഷൻ, ട്രാൻസ്മിബിലിറ്റി, ഇതൊക്കെ എന്താ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് എന്ത് ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഫോഴ്സിൽ ബോഡിയിലേക്ക് ആക്ഷൻ കൊടുക്കുമ്പോൾ അവിടെ നിന്നുള്ള റിയാക്റ്റീവ് ഫോഴ്സ് ബേസ് ചെയ്തിട്ടുള്ള അത് വെച്ച് തന്നെയുള്ള ഫ്രീ ബോഡി ഡയഗ്രാംസ് അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് മെക്കാനിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് അത് ഫ്രീ ബോഡി ഡയഗ്രാം എന്നുള്ളത്. നമ്മളൊരു ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്ത് അതിന് റിയാക്ഷൻ വരച്ച് അതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മൾ എന്താ ആ ഒരു സൈൻ ആംഗിൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫോഴ്സോ റിയാക്ഷനൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസും നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൺകറൻറ്റ് കോപ്ലാനർ ഫോഴ്സുകൾ വരുന്നുണ്ട്, കോമ്പോസിഷൻ, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്, റിസൾട്ടൻ്റ് ആൻഡ് ഇക്വലൻറ്റ് ഇക്വേഷൻസ് വരുന്നുണ്ട്. പിന്നെ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ, ഏതൊക്കെ ടൈപ്പ് മെത്തേഡ്സ് ആണ് പ്രൊജക്ഷൻ ഉണ്ടാവുന്നത്. പിന്നെ മൊമെൻറ്റത്തിൻ്റെ മെത്തേഡ്സ് വരുന്നുണ്ട്. പിന്നെ വാരിഗൻസ് തിയറം ഓഫ് മൊമെൻറ്റം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് മോഡ്യൂൾ 1 വരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ഞാൻ ഒന്ന് സ്ട്രെസ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത് മോഡ്യൂൾ 2. മോഡ്യൂൾ 2 2 കാര്യങ്ങളാണ്. ഫ്രിക്ഷനും വരുന്നുണ്ട്, അതേപോലെ എന്താ പാരലൽ കോപ്ലാനർ ഫോഴ്സസ് വരുന്നുണ്ട്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഫ്രിക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്ലൈഡിങ് ഫ്രിക്ഷൻ, പിന്നെ കൂളംസ് ലോ ഓഫ് ഫ്രിക്ഷൻ നോക്കണം, അതിൻ്റെ റിലേഷൻസ് കാര്യം. പിന്നെ സിംഗിൾ ബോഡിയിലുള്ള അനാലിസിസ്, പിന്നെ വെഡ്ജ് ലാഡർ അല്ലെ, ഭിത്തിയിൽ ലാഡർ ചാരി വെച്ച് അതിൻ്റെ ആംഗിൾ ബേസ് ചെയ്തിട്ടുള്ള അവിടെ നമ്മൾ FBD ഫ്രീ ബോഡി ഡയഗ്രാംസ് വരയ്ക്കുന്നുണ്ട്. പിന്നെ കണക്റ്റഡ് ബോഡീസിലുള്ള കേസും വരുന്നുണ്ട്, വെഡ്ജും നോക്കേണ്ട കേസ് വരുന്നു. അപ്പോൾ അത്രയാണ് എന്ത് ഫ്രിക്ഷനിൽ വരുന്നത്. പിന്നെ പാരലൽ കോപ്ലാനർ ഫോഴ്സുകളിൽ വരുന്നുണ്ട്, കപ്പിൾ വരുന്നുണ്ട്, റിസൾട്ടൻ്റ് ഓഫ് പാരലൽ ഫോഴ്സ് വരുന്നുണ്ട്, സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സുകൾ വരുന്നുണ്ട്, പിന്നെ ഇക്വിലിബ്രിയം ഓഫ് പാരലൽ ഫോഴ്സ്. എല്ലാം അതോട് കണക്ട് ചെയ്യണം. പാരലൽ ഫോഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള റിസൾട്ടൻ്റ്, സെൻറ്റർ, ഇക്വിലിബ്രിയം അതെല്ലാം വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് എന്ത് സിമ്പിൾ ബീം സബ്ജക്റ്റ് ടു കോൺസെൻട്രിക് വെർട്ടിക്കൽ ലോഡ്സ്, അതേപോലെ എന്താ ജനറൽ കോപ്ലാനർ ഫോഴ്സ് സിസ്റ്റം, പിന്നെ റിസൾട്ടൻ്റ് ആൻഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് മോഡ്യൂൾ 2 വരുന്നത്. ക്ലിയർ? പിന്നെ വരുന്നതാണ് നമ്മളെന്ത് മോഡ്യൂൾ 3. അതിലെന്താ സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഏരിയാസ് ആണ് വരുന്നത്. സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഏരിയാസിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അല്ലെ, ഓരോ ബോഡിയുടെ കേസിൽ സർക്കിൾ ആവട്ടെ റെക്ടാങ്കിൾ ആവട്ടെ അതിൻ്റെയൊക്കെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, പാരലൽ ആക്സിസ്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറംസ് വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണത്. പിന്നെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലെ, അതിൻ്റെ റിലേഷൻസ് ഫോർമുല, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അത് റിങ്, സിലിണ്ടർ, ഡിസ്ക്, ഇതിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വേണം. പിന്നെ തിയറി ഓഫ് എന്താ പാപ്പസ് ഗൾഡൈൻസ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കേസാണ്. ഇതിൻ്റെ ആ ഒരു തിയറത്തിൻ്റെയൊക്കെ ആയാലും എന്താണ് ഡെമോൺസ്ട്രേഷൻ മാത്രം മതി, അല്ലാണ്ട് ഡെറിവേഷൻ വൈസ് ഒന്നും വേണ്ട. അതിൻ്റെ എന്താണ് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ എന്താ അറിഞ്ഞിരിക്കുക. പിന്നെ സെൻട്രോയിഡ് മോഡ്യൂൾ 3 തന്നെ വരുന്നതാണ് എന്ത് ഫോഴ്സസ് ഇൻ സ്പേസ്. അതിലെന്താണ് വെക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫോഴ്സസ് വരുന്നുണ്ട്, മൊമെൻറ്റോ, കപ്പിൾസ് വരുന്നുണ്ട്, റിസൾട്ടൻ്റ് ആൻഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വരുന്നുണ്ട്, കൺകറൻറ്റ് ഫോഴ്സസ് ഇൻ സ്പേസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സിമ്പിൾ പ്രോബ്ലംസ് അല്ലേ, റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസും എന്താ നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, പ്രോബ്ലംസ് നോക്കണമെന്നുള്ളത്, സിമ്പിൾ പ്രോബ്ലംസ് ഉള്ളി. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടാവുന്ന രീതിയിലുള്ള പ്രോബ്ലംസും. അതും നമ്മുടെ ചാനലിലെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അങ്ങനത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും എന്ത് കൂടുതലും വരും. പിന്നെ വരുന്നതാണ് നമുക്ക് എന്ത് മോഡ്യൂൾ 4. മോഡ്യൂൾ 4 എന്ന് പറയുന്നത് ഇത്രയും നേരം നമ്മൾ സ്റ്റാറ്റിക്സിൻ്റെ കണക്ഷൻ ആയിരുന്നു തന്നെ. ഇനി എന്താ മോഷനിലുള്ള ബോഡിയിലേക്ക് വരുന്നതാണ് എന്ത് ഡൈനാമിക്സ്. അതിൽ ഡൈനാമിക്സ് റെക്ടിലിയർ ട്രാൻസ്ലേഷൻസും ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സും വരുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ കൈനറ്റിക്സിൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഡി അലംബേർട്സ് പ്രിൻസിപ്പിൾ, അതിൻ്റെ റിലേഷൻ കാര്യങ്ങൾ, മോഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻ സർഫസ് വരുന്നുണ്ട്. അതേപോലെ എന്താ കണക്റ്റഡ് ബോഡീസിൻ്റെ മോഷൻ, ഡൈനാമിക്സ് ആണ്, അപ്പം മോഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. പിന്നെ ഇമ്പൾസ് മൊമെന്റ് ഇക്വേഷൻ വരുന്നുണ്ട്, വർക്ക് എനർജി ഇക്വേഷൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി, ഒരുപാട് ആഴത്തിലേക്ക് വേണ്ട കൺസെപ്റ്റാണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ എന്താണ്
കർവ് ലീനിയർ ട്രാൻസ്ലേഷൻ, ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ്, പ്രൊജക്റ്റൈൽ അല്ലേ, പ്രൊജക്റ്റൈൽ മോഷൻ വരുന്നുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് ചെറിയ പ്രോബ്ലംസും ഡൂയിങ് ചെയ്യണത് നല്ലതാണ്. കാരണം അവർ പറഞ്ഞിട്ടുണ്ട് റിവ്യൂ ബേസിൽ പ്രൊജക്റ്റൈൽ മോഷൻസ്. പിന്നെ കൈനമാറ്റിക്സിൽ എന്താ ഇക്വേഷൻ ഓഫ് മോഷൻ പല വെലോസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻസ് നമുക്ക് ആവശ്യമുള്ളതാണ്. ആൻഡ് ഫൈനലി എന്താ മൊമെന്റ് ഓഫ് മൊമെന്റം ആൻഡ് വർക്ക് എനർജി ഇക്വേഷൻ, അതിൻ്റെ കൺസെപ്റ്റ് മാത്രം മതി. ഡെറിവേഷൻസ് കാര്യങ്ങളല്ല, ബേസിക് കൺസെപ്റ്റ് കാര്യങ്ങൾ ആണ് എന്ത് അതിൽ വേണ്ടത്. അതാണ് മോഡ്യൂൾ 4 വരുന്നത്. ആൻഡ് ഫൈനലി എന്താണ് മോഡ്യൂൾ 5. മോഡ്യൂൾ 5 വരുന്നതാണ് എന്ത് റൊട്ടേഷൻ വരുന്നുണ്ട്, പ്ലെയിൻ മോഷൻ ഓഫ് റിജിഡ് ബോഡി വരുന്നുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ വരുന്നുണ്ട്. അതിൽ റൊട്ടേഷനിൽ എന്താണ് കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്, ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഫിക്സഡ് ആക്സിസ് വരുന്നുണ്ട്. അതേപോലെ റൊട്ടേഷൻ അറ്റ് എ കോൺസ്റ്റന്റ് മൊമെന്റം, കോൺസ്റ്റന്റ് ആയിട്ടും ഒരു ഫിക്സഡ് ആക്സിസിലുള്ള റൊട്ടേഷൻ്റെ കേസ് വരുന്നുണ്ട്. പിന്നെ പ്ലെയിൻ മോഷൻ ഓഫ് റിജിഡ് ബോഡിയിൽ എന്താ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ആണ്, അതിൻ്റെയും കൺസെപ്റ്റ് മാത്രം മതി. പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഫ്രീ വൈബ്രേഷൻ, ഡിഗ്രി ഓഫ് ഫ്രീഡം, അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ ഓഫ് സ്പ്രിങ്, പിന്നെന്താ മാസ് സിസ്റ്റം, എഫക്റ്റ് ഓഫ് ഡാമ്പിങ്, അതിൻ്റെയും എന്താ കൺസെപ്റ്റ് മാത്രം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് മാത്രം വരുന്നത് 15 മാർക്കിന്. അപ്പോൾ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. 15 മാർക്ക് നിങ്ങൾക്ക് ബാക്ക് ചെയ്യണം, അതും 5 മോഡ്യൂളും ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് വാസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. സിലബസിൽ എന്താണ് കൺസെപ്റ്റ് വേണ്ടതെടുത്തുന്ന കൺസെപ്റ്റ് മാത്രം പഠിക്കുക. പ്രോബ്ലംസ് ചോദിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താ പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ? സോ നമ്മുടെ ചാനലിൽ ലെറ്റിൻ്റെ ഇനിയും അപ്ഡേറ്റ്സ് വരുന്നതാണ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ കീപ് വാച്ചിങ് വൺസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.